വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ജില്ലയോട് അവഗണന കാണിച്ചിരിക്കുന്നുവെന്ന് എം.പി. ഡീൻ കുര്യാക്കോസ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് മുന്നോടിയായി ഇടുക്കി നിയോജക മണ്ഡലം തല സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് ഫെബ്രുവരി 1-ാം തീയതിയാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകുന്നത്. സമരയാത്രയ്ക്ക് മുന്നോടിയായി ഇടുക്കി നിയോജക മണ്ഡലം തല സ്വാഗത സംഘ രൂപീകരണം നടന്നു. ഇടുക്കി എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഗവൺമെന്റ് നിശ്ചയിച്ച ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണത്തിൽ ജില്ലയോട് അവഗണന കാണിച്ചിരിക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കി ജില്ലയിൽ 1-2 പഞ്ചായത്തിൽ മാത്രമേ ഹോട്ട്സ്പോട്ട് കണക്കാക്കിയിട്ടുള്ളൂ. പട്ടയ നടപടിയിലും ജില്ലയോട് ഗവൺമെന്റ് അനാസ്ഥ തുടരുകയാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആസൂത്രണ നീക്കമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വഞ്ചനാപരമായിട്ടുള്ള സമീപനങ്ങൾ അതിനി എത്ര ന്യായീകരിച്ചാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഈ വന്യമൃഗശല്യത്തിൻ്റെ ഉൾപ്പെടെ ഹോട്ട്സ്പോട്ട് തീരുമാനിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒരു റിലീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. നമ്മുടെ ജില്ല ഏതാണ്ട് 350 കിലോമീറ്ററോളം വനാതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യമുള്ളത് ഇടുക്കിയിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് വന്യമൃഗ ആക്രമണത്തിൻ്റെ പേരിൽ ഇടുക്കി ജില്ലയിലാണ്. 64 റൂൾ അനുസരിച്ച് പട്ടയം മരവിപ്പിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. 93 റൂൾ അനുസരിച്ചുള്ള പട്ടയം CHR കേസിൻ്റെ പേരിൽ സുപ്രീം കോടതി ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതുവരെയും ആ കാര്യത്തിലും സർക്കാർ ഇടപെട്ടിട്ടില്ല. അപ്പോൾ വനത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് വളരെ ആസൂത്രിതമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. UDF നിയോജക മണ്ഡലം ചെയർമാൻ M.K. പുരുഷോത്തമൻ അധ്യക്ഷനായി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി, നേതാക്കളായ അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് തോമസ് പെരുമന, AP ഉസ്മാൻ, ജോർജ് ജോസഫ് പടവൻ, നോബിൾ ജോസഫ്, ജോയ് കൊച്ചുകരോട്ട്, PK നവാസ്, അനീഷ് ചേനക്കര, തോമസ് മൈക്കിൾ, സിജു ഫിലിപ്പ്, ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.